കഴിഞ്ഞ 12 വർഷക്കാലം 2014 ശേഷം ഇതുവരെയുള്ള ഈ 26 വരെയുള്ള 12 വർഷക്കാലം ഇന്ത്യ കണ്ടത് അതിനു മുമ്പില്ലാത്ത ഒരു രാഷ്ട്രീയ അനുഭവമാണ്. ഒരു സമഗ്രാധിപത്യ സർക്കാർ, എല്ലാ അർത്ഥത്തിലും ഒരു മെജോറിറ്റേറിയനിസം അതിൻ്റെ ഒരു ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എല്ലാ മേഖലകളിലും നടപ്പാക്കുന്ന ഒരു സർക്കാർ. അതിനെതിരെ വരുന്ന എല്ലാ പ്രതിപക്ഷ ശബ്ദങ്ങളെയും ഒട്ടും പരിഗണിക്കാതെ അവഗണിച്ചോ അല്ലെങ്കിൽ അടിച്ചമർത്തിയോ ഇല്ലാതാക്കുന്ന ഒരു സർക്കാർ. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചലിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സർക്കാർ. അത്തരമൊരു സർക്കാരിനെതിരെ ഒരു സമരം നടത്തി ആ സർക്കാരിനെ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 12 വർഷം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടിയ എല്ലാവിധ ജനവിഭാഗങ്ങളും ഒരുപക്ഷെ ഇനി ഇത്തരമൊരു പോരാട്ടത്തിന് ഇന്ത്യയിൽ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി പെരുമാറുന്നു. സുപ്രീം കോടതിയിൽ പോലും പലപ്പോഴും അർഹിക്കുന്ന നീതി ഇരകൾക്ക് കിട്ടുന്നില്ല. സർക്കാരിനെതിരെ കേസിന് പോയാൽ ഹർജി കൊടുത്താൽ പലപ്പോഴും സർക്കാരിന് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ സർക്കാരിന് പിന്നാലെ നിൽക്കുന്നു. കോർപ്പറേറ്റുകൾ പൂർണ്ണമായും നിൽക്കുന്നു. RSSൻ്റെ വലിയ സംവിധാനങ്ങൾ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സമഗ്രാധിപത്യം പുലർത്തുന്ന ഒരു സർക്കാരിനെതിരെ ജനാധിപത്യ ഇന്ത്യയിൽ ഇനിയൊരു ജനാധിപത്യ സമരത്തിന് സാധ്യതയില്ല എന്ന് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുമ്പാകെയാണ് നമ്മുടെ ജൻസി, നമ്മുടെ യുവാക്കൾ, നമ്മുടെ കുട്ടികൾ വലിയൊരു സമരം നടത്തി അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ അഭിജിത്ത് ദിക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഇവിടെ അവസാനിക്കേണ്ടതല്ല, അവസാനിക്കാനും പാടില്ല. ഈ സമരത്തിന് തുടർച്ചയുണ്ടാവണം. കാരണം കേവലം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. വിലക്കയറ്റമുണ്ട്, അവരുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേറെയുണ്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയെത്താത്ത കാർഷിക മേഖലയിലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്, ഇതെല്ലാം ചെയ്യാനുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയെ തന്നെ തകർക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ തകർക്കുന്ന, ഇന്ത്യ എന്ന ആശയത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മതേതരത്വം ഭീഷണിയിലാണ്, ജനാധിപത്യം ഭീഷണിയിലാണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭീഷണിയിലാണ്. ഇതിനെല്ലാം തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിൽ ഒരു ജനകീയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആ ജനകീയ മുന്നേറ്റം ഫലപ്രാപ്തിയിലെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റത്തിന് ആത്മവിശ്വാസം നൽകാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ നാളുകളായിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ തുടക്കത്തിൽ അതിന് പിന്തുണയൊന്നും ഈ സമരത്തിനുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ തുടങ്ങിയ, അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി എന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് തുടങ്ങിയ ഈ സമരം വലിയ തോതിൽ രാജ്യം ഏറ്റെടുക്കുകയായിരുന്നു. അതിനർത്ഥം രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ ജനവിഭാഗങ്ങളും ഈ സർക്കാരിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭം ആഗ്രഹിച്ചിരുന്നു. പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ്, അവരുടെ അസംതൃപ്തി ഒരു പ്രതിഷേധമായി പൊട്ടിയൊഴുകി ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഈ പ്രക്ഷോഭത്തെ, ഈ ജനകീയ മുന്നേറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത കോക്രോച്ച് പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ